രാജ്യമെമ്പാടും പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ഇതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം എറണാകുളം ജില്ലാ കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. എല്ലാവർക്കും കൃത്യമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. റിപ്പബ്ലിക് ദിന ആഘോഷം ഒരു തിരിഞ്ഞുനോട്ടലിന്റെയും അനുഭവങ്ങളുടെ സംശീകരണത്തിന്റെയും ഭാവിയിലെ പ്രയോഗത്തിന്റെ ഊർജം സംഭരിക്കുന്നതിന്റെയും സന്ദർഭം കൂടിയാണ്. ഭരണഘടനയുടെ ജീവൻ നിലനിൽക്കുന്നത് അതിന്റെ പ്രയോഗത്തിലാണ്. ഭരണഘടനയുടെ ഓരോ ആക്ടിവിറ്റിയും അതിനകത്തെ ഓരോ വാചകത്തിനും ഓരോ വാക്കിനും അതിന് അനുസൃതമായ പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭരണഘടന ജൈവമാകുന്നത്, അത് ജീവനുള്ളതായി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നയിച്ച ഡോക്ടർ അംബേദ്കർ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും മികച്ച ഭരണഘടനയാണെങ്കിലും ഏറ്റവും മോശം പ്രയോഗമാണ് നടത്തുന്നവരാണെങ്കിൽ ആ ഭരണഘടന ഏറ്റവും മോശം ഭരണഘടനയായി തീരും. ഏറ്റവും മോശം ഭരണഘടനയാണെങ്കിൽ പോലും ആ ഭരണഘടനയുടെ പ്രയോഗം നിർവഹിക്കുന്നവർ ഏറ്റവും മികച്ചവരാണെങ്കിൽ ആ ഭരണഘടന ഏറ്റവും മികവുള്ളതായി മാറും. അത് വ്യക്തമാക്കുന്നത് എങ്ങനെ പ്രയോഗം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആർക്കും ഉലയ്ക്കാൻ കഴിയാത്തതാണ് എന്ന് ഇന്ത്യയുടെ ഉന്നത നീതിപീഠം കേശവാനന്ദവാദി കേസിൽ കൃത്യമായി പ്രസ്താവിച്ച ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉലകളിലൊന്ന്. ആ അടിസ്ഥാന ശിലകൾ എന്നുള്ളത് മതനിരപേക്ഷതയാണ്, ഫെഡറലിസമാണ്, ജനാധിപത്യമാണ്. ഇതിന്റെ അന്തസത്തയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭരണഘടന ജീവനുള്ളതായി നിൽക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം, ആചാരം അനുഷ്ഠിക്കാൻ മാത്രമല്ല പ്രചരിപ്പിക്കാനുമുള്ള സവിശേഷമായ അധികാരം ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയിൽ വിളക്കി ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ജനാധിപത്യം ഉൾക്കൊള്ളലിൻ്റെതാണ്. പരിശോധനകളിലൂടെ ഒഴിവാക്കലുകളല്ല വോട്ടവകാശത്തിന്റെ കാര്യത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ശരിയായിട്ടുള്ള ജനാധിപത്യം മുറുകെ പിടിക്കുന്നത്. ആ ഉൾക്കൊള്ളൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. ഭരണഘടനയ്ക്ക് അനുസൃതമായ പ്രയോഗത്തിനാണ് ഇപ്പോൾ കേരളം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷത അത് വെൽഫെയറുമായി, ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനാ അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ ജഗജീവൻ റാം മഹാത്മാഗാന്ധിയെ കാണുകയുണ്ടായി. ജഗജീവൻ റാം ആശയക്കുഴപ്പത്തിലായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിൽ അംഗമാണോ തുടരണമോ എന്ന ആശയക്കുഴപ്പത്തിന്റെ ഉത്തരം നേടിക്കൊണ്ടാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കാണാൻ പോയത്. അന്നാണ് മഹാത്മാഗാന്ധി പിന്നീട് എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രസ്താവന നടത്തിയത്. നിങ്ങൾ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ദരിദ്രനായ മനുഷ്യന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ എടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കണം. അതാണ് അന്ന് നൽകിയ ഉപദേശം. ഇന്ന് കേരളം അധികാരത്തിന് വിമുക്തമാകുമ്പോൾ ആ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തുന്ന ലൈഫ് പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഏക കിടപ്പാടം ജപ്തിയാൽ നഷ്ടപ്പെടുന്നവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരള നിയമസഭ ഏക കിടപ്പാട സംരക്ഷണ നിയമം പാസാക്കുമ്പോഴും ഭരണഘടനയുടെ ഈ അന്തസ്സത്തെ പ്രയോഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അധികാരമുള്ള വ്യക്തികളിലല്ല
ജനങ്ങളിലാണ് ശരിയായ അധികാരം. ഈ കാഴ്ചപ്പാടാണ് സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കുകൊണ്ടിരിക്കുന്നത്. അതും ഭരണഘടനയുടെ അന്തസ്വത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രയോഗമാണ്. ഓരോ പൗരനും സേവനം ഉറപ്പുവരുത്താൻ, സേവനം വിഷേപിക്കുന്നവരെ ശിക്ഷിക്കാൻ അധികാരം നൽകുന്ന ഒരു നിയമം പാസാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ അധികാരം എത്തുന്നു എന്നതിൽ ഓരോരുത്തരും അഭിമാനിക്കണമെന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. ഇത്രയും കാലഘട്ടത്തിന്റെ അനുഭവങ്ങളുടെ ആ സംശീകരണത്തിൽ നിന്ന് പുതിയ ഒരു കരുത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജനങ്ങളെ കുറെ കൂടി അധികാരങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ